ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. സ്വകാര്യ ബസ് മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ 3 പ്രധാന ഉപാധികൾ മുന്നോട്ട് വെച്ചു. സർക്കാരിന്റെ യാത്രാ ആനുകൂല്യങ്ങൾ ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്നതാക്കരുതെന്ന് വാർത്താസമ്മേളനത്തിൽ ഉടമകൾ ചൂണ്ടിക്കാട്ടി. സർക്കാർ ഇത്രയും നല്ലൊരു പരിപാടി നടപ്പാക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ 10,000, KSRTC 4,500, 14,500 സ്റ്റേജ് കാരേജ് ബസ്സുകൾ സർവീസ് നടത്തുന്നതിൽ 3,125 ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യം. അതായത് 20% സ്ത്രീകൾക്ക് മാത്രമേ സൗജന്യം ലഭിക്കുന്നുള്ളൂ. ഞങ്ങൾ വെച്ച ഈ ആദ്യത്തെ 2 ഓപ്ഷനും കേരളത്തിലെ 95% സ്ത്രീകൾക്കും ഈ സർക്കാരിൻ്റെ ഈ ആനുകൂല്യം കിട്ടുന്നതാണ്. ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 2 ഓപ്ഷൻ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ റംസൊക്കെ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ മനസ്സിലാക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. അതായത് ഒരു KSRTC ബസ് സർക്കാർ ഒരു മാസം 150 കോടി രൂപ മൊത്തത്തിൽ KSRTCക്ക് കൊടുക്കണമെന്നാണ് കണക്ക്. KSRTCയുടെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 4,000 ബസ്സുകളാണ് മൊത്തം ഉള്ളത്. ഒരു ദിവസം മുൻ ധനകാര്യമന്ത്രി പറഞ്ഞത് ഒരു ദിവസം ഞാൻ KSRTCക്ക് 5 കോടി രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് വാദത്തിന് വേണ്ടി. ശരിക്കും KSRTCയുടെ ഫ്ലീറ്റ് എന്ന് പറയുന്നത് 3,000, അത് വെച്ച് നോക്കുമ്പോൾ ഒരു ബസ്സിന് ഏതാണ്ട് 14,000 രൂപ 15,000 രൂപ ഈ ചെലവുകൾക്കെല്ലാം പുറമെ KSRTCക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു ദിവസം ഒരു വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് ഞങ്ങളുടെ വണ്ടികൾ വാടകയ്ക്കെടുത്ത് സർക്കാർ പരിചയപ്പെടുത്താൻ 1 കിലോമീറ്റർ സർവീസ് നടത്താൻ 50 രൂപ 65 പൈസ ചെലവുണ്ടെന്നും അതിനാൽ കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ ഉടമകൾക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നതുമാണ് ഒന്നാമത്തെ ഉപാധി. കളക്ഷൻ പരിശോധിക്കാൻ എല്ലാ ബസ്സുകളിലും സർക്കാർ ഓരോ ജീവനക്കാരെ നിയോഗിക്കണമെന്നും ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ചെലവുകളും ഉടമകൾ തന്നെ വഹിക്കുമെന്നും ഫെഡറേഷൻ വ്യക്തമാക്കി. KSRTC മാതൃകയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന 0 ടിക്കറ്റ് സംവിധാനം സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സബ്സിഡിയായി നൽകണമെന്നതാണ് രണ്ടാമത്തെ ഉപാധി. ഈ 2 ഉപാധികളും അംഗീകരിക്കാത്ത പക്ഷം പകുതി വിലയ്ക്ക് ഇന്ധനം ലഭ്യമാക്കുകയും റോഡ് നികുതി പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യണമെന്നാണ് മൂന്നാമത്തെ ഉപാധി. വരാനിരിക്കുന്ന 19-ാം തീയതിയിലെ ബജറ്റിൽ അനുകൂലമായ പ്രഖ്യാപനമുണ്ടാകുമെന്ന് കരുതുന്നതായും ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ മറ്റ് സംഘടനകളുമായി കൂടിയാലോചിച്ച് ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകി. You are watching VCV News.